പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം, എൻ്റെ വന്ദനം. ഇനിയുള്ള ചില നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിങ്കിൽ ആയിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് സംസാരിക്കുന്നതും നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്നതും. ദൈവമാണ് നമ്മൾ ഇടപെടുന്നത്. നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരികയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ വചനം എവിടെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം അതിൻ്റെ വിടുതലും വെളിപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ഞാൻ സാധാരണ ഓർപ്പിക്കാറുള്ളത് പോലെ കർത്താവായ യേശു ക്രിസ്തു, അവൻ ഹല്ലേലൂയ ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ആണ്. നമുക്ക് റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. യേശു ജഡം എടുത്ത വചനമാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് എഴുതപ്പെട്ട വചനമാണ്. എഴുതപ്പെട്ട വചനവും ജഡം എടുത്ത വചനവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനമാണ് ഇന്ന് നമ്മോട് ഇടപെടാൻ പോകുന്നത്. ആ വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. ആ വചനം ഹല്ലേലൂയ ഇരുവായ്ത്തറയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആ വചനം പ്രാണനെയും സതിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ആ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ആ വചനത്തിന് ഒരു കഷണം ചെന്ന് വീണാൽ ശെരുബ്ബാബേലിനെ പോലെ നിങ്ങളും വിളിച്ചു പറയണം, ശെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാണ്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്നാർപ്പോടെ ആണിക്കല്ല് കയറും. ഇന്ന് പകലിലും ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി ഇടപെടും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. സങ്കീർത്തനക്കാരൻ എഴുതുന്നത്, ഈ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് എന്നാണ്. ഈ വചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണെന്നാണ്. ഈ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതെന്നാണ്. ഈ വചനത്തിന് വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ എഴുതുന്നു, ആകാശം എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളമളക്കുന്നവൻ, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമത്തെ എടുക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവത്തിന്റെ വചനം. ഓ ഹല്ലേലൂയ. നമുക്ക് മുന്നമേ സകലവും നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ആ വചനം ഇന്ന് പകലിൽ ഇടപെടുമ്പോൾ ദൈവജനം അതിനോട് പ്രതികരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവചന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം ഒരുമിച്ച് വായിക്കാം. Let's all turn to Isaiah chapter 33 verse number 17. മതി, ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് വായിച്ചേ. നിന്റെ കണ്ണ് രാജാവിനെ മതി. കിങ് in his beauty, the king in his beauty. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം 66 അധ്യായങ്ങളുള്ള ഈ പുസ്തകം 3 ആയിട്ടാണ് നാം തരം തിരിച്ചു പഠിക്കുന്നത്. 1 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങൾ കണ്ടാമിനേഷനാണ്, അല്ലെങ്കിൽ കണ്ടമിനേഷനാണ്. അവിടെ വിളിച്ചു പറയുകയാണ്, അത് പ്രാവചനീയമാണ്, പ്രോഫറ്റിക്കലാണ്. പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ഞാൻ മക്കളെ പ്രസവിച്ചു, അവരെന്നോട് മത്സരിക്കുന്നു. നോക്ക്, ഹല്ലേലൂയ. അടുത്ത 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ അപഹരിക്കപ്പെടുകയാണ്. കോൺഫിസിക്കേഷൻ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഹിസ്റ്റോറിക്കാണ്. 36 തൊട്ട് 39 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ അത് ഹിസ്റ്റോറിക്കാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ 40 മുതൽ 66 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അവിടെ കൺസോലേഷനാണ്, അല്ലെങ്കിൽ ആശ്വാസമാണ്. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ അത് മെഷിയാനിക്കാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ 66 അധ്യായങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, രാജാവിനെ സൗന്ദര്യത്തോടെ ദർശിക്കും. പ്രൈസ് ഗോഡ്. നമുക്കൊരു രാജാവുണ്ട്. ഇവിടെ ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇവിടെ ഹിസ്കിയ രാജാവ് ഒരു കത്ത് കിട്ടി. കത്ത് കിട്ടിയ ഹിസ്കിയ രാജാവിന്
വലിയ വിഷമമുണ്ടായിട്ട് ഹിസ്കിയാ രാജാവ് തൻ്റെ രട്ടുടുത്ത് വസ്ത്രമൊക്കെ കീറി ഈ കത്തുമായി ദൈവസന്നിധി ചെല്ലുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജാവിൻ്റെ വസ്ത്രം എല്ലാം മാറിയിരിക്കുന്നു, അവരുടെ രാജാവിൻ്റെ സൗന്ദര്യമൊന്നും എല്ലാം നീങ്ങിയിരിക്കുന്നു. അപ്പം അവർക്കുള്ള പ്രവചനമായിട്ട് അവരെടുക്കുകയാണ് ദ കിങ് ഇൻ ഹിസ് ബ്യൂട്ടി. അവരുടെ രാജാവിനെ അവർ സൗന്ദര്യത്തോടു കൂടെ എന്ത് ചെയ്യും? ഇനി കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ പുതിയ നിയമ ക്രിസ്ത്യാനിയായ നമ്മെക്കുറിച്ചുള്ള നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ, നമ്മൾ നമ്മുടെ രാജാവിനെ പൂർണ്ണ സൗന്ദര്യത്തോടെ കാണും എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ്, 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനത്തിനകത്ത് ഇപ്രകാരമാ പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവായി, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവായി നമ്മൾ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്, വാഴിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നമ്മുടെ രാജാവാണ്. അപ്പം നമ്മൾക്കുള്ള പ്രവചനമാണ്, നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ എങ്ങനെയാ കാണുന്നത്? സൗന്ദര്യത്തോടെ. സൗന്ദര്യത്തോടെ. ഇന്ന് പകൽ എല്ലാവരും പറഞ്ഞേ, സൗന്ദര്യത്തോടെ. ഹല്ലേലൂയ. എൻ്റെ രാജാവിനെ ഞാൻ സൗന്ദര്യത്തോടെ കാണും. എൻ്റെ രാജാവിനെ ഞാൻ സൗന്ദര്യത്തോടെ കാണും. ഹല്ലേലൂയ. നിങ്ങളുടെ രാജാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയാണ്? നിങ്ങളുടെ രാജാവ് എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്കൊരു പിക്ചർ ഉണ്ടോ നിങ്ങളുടെ രാജാവിനെ കുറിച്ച്? പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ, ഇസ്രായേലെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ഇസ്രായേലെല്ലാം കൂടെ പറഞ്ഞു. ഇസ്രായേലെല്ലാം കൂടെ ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? യു മെയ്ഡ് എ മിസ്റ്റേക്ക് ആസ്കിങ് എ കിങ്. നീ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു രാജാവിനെ ചോദിച്ചിരിക്കുന്നു. നിങ്ങളുടെ രാജാവ് ഞാനാണ്. നിങ്ങളുടെ രാജാവ് സൈന്യങ്ങളുടെ യഹോവയാണ്. നിങ്ങളുടെ രാജാവ് ഞാനാകുന്നു. നിങ്ങളുടെ രാജാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, രാജാവേ ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്നെ വാഴ്ത്തും. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് അവർ വന്ന് ചോദിച്ച ചോദ്യം, അല്ലേ? ഹി ഈസ് ദ കിങ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവനാണ് രാജാവ്. ഹി ഈസ് ദ കിങ്. അവൻ രാജാവാണ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവൻ രാജാതി രാജാവാണ്. ഇവിടെ യെശയ്യാ പ്രവചിക്കുകയാണ്, നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടു കൂടെ ദർശിക്കും. ആമേൻ. അപ്പൊ ഹിസ്കിയാ രാജാവ് വസ്ത്രം കീറി രട്ടുടുത്ത് യഹോവയുടെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ രാജാവിനെ കാണുന്നത് എങ്ങനെയാണ്? എല്ലാ പ്രൗഢിയോടും എല്ലാവിധ സംവിധാനത്തോടും കൂടിയാണ് ഒരു രാജാവിനെ കാണുന്നത്. പക്ഷേ വേഷഭൂഷാദികളോടും അതിൻ്റെ സ്പ്ലെൻഡറിലാണ് ഒരു രാജാവിനെ കാണുന്നത്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, നമ്മൾ രാജാവിനെ മഹത്വത്തോടെ കാണും. പക്ഷേ ഇപ്പം ഇസ്രായേൽ ഹിസ്കിയാ രാജാവിനെ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളൊന്ന് നോക്കിക്കേ. വലിച്ചു കീറിയ വസ്ത്രം, സാക്ലോത്ത, അതായത് രട്ടാണ് ഉടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞ വേദനയാണ്, ഭാരമാണ്. അപ്പുറത്തുനിന്ന് ഒരു വെല്ലുവിളിയുടെ കത്ത് കൈ കിട്ടിയിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നരകത്തിൽ നിന്നൊരു കത്ത് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എന്താണ് കത്ത്? ഞാൻ രാജാക്കന്മാരുടെ എണ്ണം എഴുതി പറഞ്ഞിട്ട് ഞാൻ ഇത്രയും രാജാക്കന്മാരെ ജയിച്ചു വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് പിടിച്ചടക്കാൻ നീ മാത്രമേ ഉള്ളൂ. അശ്ശൂർ രാജാവിൻ്റെ ഒരു കത്താണ്. ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ രാജാക്കന്മാരെ, രാജ്യങ്ങളെ കീഴടക്കി അവരുടെ നന്മകളെ പിടിച്ചെടുത്തു, അവരെ മുഴുവനും ഞാൻ മുടിച്ചു കളഞ്ഞു. ഇനി എൻ്റെ ലക്ഷ്യം നിന്നെയാണ്, നിന്നെയും ഞാൻ പിടിച്ചെടുക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അശ്ശൂർ രാജാവ് തൻ്റെ ദാസൻ മുഖാന്തരം കൊടുത്തുവിട്ട കത്ത് ഹിസ്കിയാവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഹിസ്കിയാവ് തൻ്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് രട്ടുടുത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെല്ലുന്ന കാഴ്ചയാണ്. ആ കാഴ്ചയോടെ ജനം രാജാവിനെ കണ്ടപ്പോൾ അവർക്ക് വേദനയായി. അവരുടെ രാജാവിന് വസ്ത്രമില്ല, അവരുടെ രാജാവിന്റെ സൗന്ദര്യം പഴയതുപോലെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ദൂത് വന്നു, ഓ നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ അവന്റെ മുഴു സൗന്ദര്യത്തോടു കൂടെ ദർശിക്കും.
പ്രൈസ് ഗോഡ്. നിങ്ങളുടെ രാജാവിനെ മുഴു സൗന്ദര്യത്തോടു കൂടെ ദർശിക്കൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ഈ കത്തുമായിട്ട് ഹിസ്കിയാവ് എവിടെ ചെല്ലുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധാനത്തേക്ക് ചെല്ലുന്നത്. കിട്ടിയ കത്ത് ഹിസ്കിയാവ് തുറക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവൻ ആലയത്തിലാണ് അവന് കിട്ടിയ കത്ത് തുറക്കുന്നത്. അവൻ ആ കത്ത് ഒരു കൂട്ടുകാരനെയും എടുത്ത് തുറന്നില്ല. അവൻ ആ കത്ത് ഒരു സ്നേഹിതന്മാരെടുത്തോ, ഒരു ഹല്ലേലൂയ ചാർച്ചക്കാരനെടുത്തോ, ബന്ധുക്കാരെടുത്തോ, ആരുടെയും എടുത്ത് ആ കത്ത് അവൻ തുറന്നില്ല. അവൻ ആ കത്ത് കിട്ടിയതും ആ കത്തുമായി ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് അവിടെ വെച്ച് ആ കത്ത് നിവർത്തി. അവനും ദൈവവുമായിട്ടുള്ള ക്ലോസ് ചേംബറിൽ, ക്ലോസ് റിലേഷൻഷിപ്പിൽ അവൻ അവന്റെ പ്രശ്നത്തെ ദൈവത്തോട് പറഞ്ഞു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞെ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു കത്തിരിപ്പുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തുറക്കുവാൻ, നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ സന്നിധിയാണ്. ദൈവത്തിന്റെ സന്നിധിയിലെ കത്തവൻ നിവർത്തിയപ്പോൾ, അവൻ ദൈവത്തോട് സങ്കടം പറഞ്ഞപ്പോൾ, അന്ന് ദൈവത്തിന്റെ ഇടപെടിയിൽ അശൂരിൽ ഉണ്ടാകുകയാണ്. എന്താ ദൈവത്തിന്റെ ഇടപെടിയിൽ ഉണ്ടായെന്നറിയാമോ? സ്വർഗം ഒരു ദൂതനോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഒരു ഈവനിങ് വോക്കിന് നീ അശൂർ പാളയത്തിലൂടെ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഒരു ഈവനിങ് വോക്കിന് ദൂതനെ നീ അശൂരിന്റെ പാളയം വഴി ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് കത്ത് നിവർത്തി പ്രാർത്ഥിച്ച അന്ന് വൈകിട്ട് അശൂർ പാളയത്തിലേക്ക് ദൈവത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി നടന്നു. വചനം റെക്കോർഡ് ചെയ്തു. അന്ന് 1,85,000 പേര് പട്ടുപോയി എന്ന് ദൈവത്തിന്റെ വചനം റെക്കോർഡ് ചെയ്തു. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ദൈവത്തിന്റെ സന്നിധാനത്തെങ്കിൽ വിഷയത്തെ കൊണ്ടുവന്നാൽ ദൈവം തന്റെ ദൂതനെ അതിന്റെ നടുവിൽ ഇറക്കും. ദൈവം തന്റെ ദൂതനെ അയക്കൂ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത്, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ദൈവത്താൽ ഒന്നും അസാധ്യമല്ല. All things are possible. ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ പ്രശ്നത്തെ, എന്റെ വിഷയത്തെ ഞാൻ എത്തിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. Praise God. Praise God. ദൈവത്തിന്റെ സന്നിധിയിൽ ആ കത്ത് നിവർക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? നിങ്ങളുടെ പ്രശ്നത്തെ ദൈവസന്നിധി കൊണ്ടുവരുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഫസ്റ്റ് ഹാൻഡ്, ഫസ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവരുന്നേ. എല്ലാവരോടും പറഞ്ഞ്, എല്ലായിടത്തും മുട്ടി, എല്ലാ വാതിലുകളും അടയുമ്പോൾ ഒരു ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഓപ്ഷൻ ആയിട്ടാ ദൈവത്തിന്റെ സന്നിധാനത്തെ പലരും വെച്ചിരിക്കുന്നത്. പക്ഷെ നിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ദൈവമായിരിക്കണം. ആദ്യം ദൈവമായിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ആദ്യം കൊണ്ടുവരേണ്ടത്. അവിടെ പരിഹാരമുണ്ട്. ഇന്ന് പകലിൽ ദൈവത്തെ ഏൽപ്പിച്ചാൽ അത് മാന്യതയായി വെളിപ്പെടും. ഞാൻ സാധാരണയായി ഇങ്ങനെ പറയാറുണ്ട്. ഹല്ലേലൂയ, ഇതൊന്നുമല്ല ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. ദൈവാത്മാവെന്നെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാൽവരിയുടെ ക്രൂശിൽ എൻ്റെ യേശു കർത്താവ് കിടന്ന് പറഞ്ഞ 7 മൊഴികൾ നമുക്കറിയാം, അല്ലേ? ലാസ്റ്റ് 7 words of the Lord in the cross നമുക്കറിയാം. അറിയാൻ വയ്യാത്തവരാരും ഇവിടെ ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേരെ. സ്തോത്രം. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ നോക്കുക, കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു വന്നപ്പോ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ ഇവിടെ തരുന്നു, തൃക്കരങ്ങളിൽ തരുന്നു. പിതാവിനോട് പറയുകയാണ്, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കയ്യിൽ തരികയാണ്. നോക്കിക്കേ, യേശു കർത്താവ് ആ ഇവന്റുകളെല്ലാം നിങ്ങൾ നോക്കിക്കേ. കർത്താവ് തുടങ്ങുന്ന സ്ഥലം, നിങ്ങൾ ഓരോ സ്ഥലവും നോക്കിക്കേ. ഗലീല മുതൽ ഗോൽഗോത്ത വരെയുള്ള ഓരോ 6 സ്ഥലങ്ങൾ താണ്ടിയ കർത്താവ് ചെല്ലുന്നേ. ആ ഓരോ സ്ഥലങ്ങളിലെ ഓരോ ഇവന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേ. ഓരോ ഇവന്റുകളും നിങ്ങളൊന്ന് നോക്കിക്കേ. ഗബഥായിൽ തകർക്കപ്പെടുമ്പോൾ, ഗദസമനയിൽ അവൻ ഉടയപ്പെടുമ്പോൾ, ഗോൽഗോത്തായിൽ അവൻ സകലതും ഇല്ലാതായി തീരുമ്പോൾ, കർത്താവിനെ ആർക്കും അങ്ങനൊന്നും ഉപായത്തിൽ പിടിച്ച് കൊല്ലാൻ പറ്റത്തില്ല. കർത്താവിനെ അങ്ങനെ പിടിച്ചോണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. വചനം എഴുതി വെച്ചിരിക്കുന്നത് അവൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അവൻ സമ്മതിച്ചുകൊണ്ട് പിടിക്കാൻ പറ്റിയത്.
ദൈവത്തിന്റെ വചനം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ജനനത്തിങ്കൽ സകല ആരാധനയ്ക്കും യോഗ്യനായവൻ, ഷാരോണിലെ പനിനീർ പുഷ്പമായവൻ, എൻകേവിയിലെ താഴ്വരകളിൽ കായ്ച്ചു നിൽക്കുന്ന മുന്തിരിക്കൊലയായവൻ, മൈലാഞ്ചിയായവൻ, സകല മാനവരാശിക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനത്തിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ അടിവരയിട്ട് പറയുന്നു, ബേഥലഹേം എന്ന കൊച്ചു പട്ടണത്തിലേക്ക് ദൂതന്മാർ മുഴുവനും ഇറങ്ങി നിന്നു എന്ന്. ഓ ദൈവപുത്രനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ സ്വർഗീയ മണ്ഡലങ്ങളിലെ സകല ദൂതന്മാരും ആരംഭിക്കും. സ്വർഗമണ്ഡലത്തിലെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അവൻ അരുളി ചെയ്തിരുന്നു. നോക്കിക്കേ, കോടാനുകോടി ദൂതന്മാർ ഹല്ലേലൂയ ബേഥലഹേമിൽ ഒരു കൊച്ചു ജനിച്ചപ്പം വന്ന് നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ അപ്പോസ്തലൻ പൗലോസ് എഴുതിയിരിക്കുക. ഓ പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് പിടികിട്ടുന്നെങ്കിൽ ഒരു സ്തോത്രം പറയണോ? ഹല്ലേലൂയ. ബേഥലഹേമിൽ ഒരു കൊച്ചു ജനിച്ചപ്പോൾ സകല ദൂതന്മാരും വന്ന് നിൽക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ദൂതന്മാർ പാളയമിറങ്ങി നിൽക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ദൂതന്മാർ, അതുപോലെ ദൂതന്മാർ കാൽവരിയുടെ ക്രൂശിന്റെ ചുവട്ടിലും ഉണ്ടായിരുന്നു. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഇപ്പം തന്നെ ഇവിടെ എത്ര പേരുണ്ട്? 12 ലഗ്യോൻ ദൂതന്മാരുണ്ട്. ഒരു ലഗ്യോൻ എത്രയാ? 6000, 6000. അപ്പൊ 12 ലഗ്യോൻ എന്ന് പറയുമ്പോ എത്രയായി? പ്രൈസ് ദി ലോർഡ് അല്ലേ? എണ്ണം പറ, എത്ര ഉണ്ടോന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്രയാ? 12 into 6000 എത്രയാ? 72,000. മക്കളെ ഉറക്കെ പറ, 72,000. ഇപ്പൊ 72,000 ദൂതന്മാര് നിൽക്കുക. ഇപ്പൊ നമ്മൾ വായിച്ചു, ഒരു ദൂതൻ ചുമ്മാ അതൊരു ഈവനിങ് വോക്കിന് പോയപ്പോ 1,85,000 പേര് പോയി. അപ്പൊ 1,85,000 into 72,000 എത്രയാ? അവിടെ ചാമ്പലായി പോയനെ, ആ സ്ഥലം ഭസ്മമായി പോയനെ. ഓ ഹല്ലേലൂയ, ശൂന്യമായി പോയനെ. പക്ഷെ കർത്താവ് ഒന്നും അനങ്ങിയില്ല. കർത്താവ് കാൽവരിയുടെ ക്രൂശിൽ ചെന്നു, അവനൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. അവരവന്റെ ശരീരത്തെ മുഴുവനും തകർത്തു. നിങ്ങളൊന്ന് നോക്കിക്കേ, മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതിനെ അവരെന്ത് ചെയ്തു? അടിച്ചു, ഉടച്ചു, തകർത്തു, നാമാവിശേഷമാക്കി. ഓ ഹല്ലേലൂയ. നശിപ്പിച്ചു കളഞ്ഞു, ഇല്ലായ്മ ചെയ്ത് കളഞ്ഞു, മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ദൈവകുഞ്ഞുങ്ങളെ നോക്ക്, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച തന്റെ ജീവനെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്തിയെ? മഹത്വത്തോടെ 3-ാം ദിവസം എഴുന്നേറ്റു. മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചത് തകർക്കപ്പെട്ടപ്പോൾ, മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഉടയപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മഹത്വത്തോടെ എഴുന്നേറ്റു. ഇന്ന് പകലിലും ഹല്ലേലൂയ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് മഹത്വം വ്യാപരിക്കും. മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപമാനിക്കപ്പെടും, മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ലജ്ജിക്കപ്പെടും, മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് തകർക്കപ്പെടും, മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഉടയ്ക്കപ്പെടും. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അതിനകത്ത് ഗ്ലോറി വ്യാപരിക്കും. അത് മഹത്വത്തോടെ എഴുന്നേൽക്കും. ഓ യേശു ഒരു മാതൃക കാണിക്കുകയാണ്. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓ മൂന്നാം ദിവസം അത് മഹത്വത്തോടെ എഴുന്നേറ്റു. മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മുഴുവനും ഉടയ്ക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഹിസ്കിയാവ് നോക്ക്, ഇവിടെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ ദൂതൻ ഇറങ്ങി. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഇന്ന് പകലിൽ നിങ്ങൾക്കൊരു കഠിനമായ വിഷയമുണ്ടോ? നാളുകളായി ഞാൻ പലരോടും പറഞ്ഞു, എനിക്കൊരു പരിഹാരമില്ല, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു, ഞാൻ എൻ്റെ ആലയത്തിൽ കൊണ്ടുവരുന്നു എന്ന് ദൈവത്തോട് പറയുന്ന എത്ര പേരുണ്ട്? ആശേർ ഗോത്രക്കാരി
ഓ ഹല്ലേലൂയ, ഹനുവേലിന്റെ മകൾ ഹന്നായെ പോലെ ആലയത്തോട് ചേർന്നിരുന്ന് ഓ ഹല്ലേലൂയ മശിഹായുടെ വരവ് കാത്തിരുന്ന വയോധികനായ വൃദ്ധനായ ശിമയെ പോലെ ഇന്ന് പകലിൽ ആലയത്തോട് ചേർന്നിരുന്ന് നിന്റെ വിഷയത്തെ കൊടുക്കാൻ, ദൈവസന്നിധിയിൽ കരയാൻ, ദൈവത്തോട് പറയാൻ എത്ര പേർ തയ്യാറാണ്? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകലിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ദൈവം മാത്രമേ ഉള്ളൂ. ആത്മാവിനോട് ദൂത് വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ നീ ട്രസ്റ്റ് ചെയ്ത് നീ കൊടുത്തതിനെ അവർ തകർത്തില്ലേ? ഇന്ന് നിന്നെ വേണ്ടായല്ലോ, ഇന്ന് നീ തകർന്നപ്പെട്ടിരിക്കുന്നില്ലേ? സഹോദരി, മാതാവേ, കുഞ്ഞെ, ആത്മാവ് നിന്നോട് ഇടപെടുന്നു. നിന്റെ വിഷയത്തെ ദൈവത്തിന് കൊടുക്ക്. നിന്നെ ദൈവത്തിന് വേണം, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകലിൽ ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിന് നിന്നെ ഏൽപ്പിക്ക. ഒരു മഹത്വത്തെ അവൻ അയക്കും. നീ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ മഹത്വം ഇറങ്ങും. ഓ, ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ കീറി പറഞ്ഞ് മുഷിഞ്ഞിരിക്കുന്ന വിഷയം, തകർന്നിരിക്കുന്ന വിഷയം, വസ്ത്രമില്ലാതിരിക്കുന്ന വിഷയം അവൻ പറയുകയാണ്, ഓ ദ കിങ് ഇൻ ഹിസ് ബ്യൂട്ടി, ഞാൻ എന്റെ രാജാവിനെ അവന്റെ മഹത്വത്തോടു കൂടെ കാണും. ജീസസ്, ജീസസ്, ഇന്ന് പകലിൽ സ്വർഗം പറയുകയാണ്. ഹല്ലേലൂയ. കിങ്, എല്ലാ നാമത്തിനും മീതെ ഉന്നതമായ നാമമുള്ള എൻ്റെ രാജാവിനെ ഞാൻ കാണും. ഓ, എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതികൂലത്തിൽ നിങ്ങൾക്കുള്ള പ്രോഫസിയാണിത്. നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ കാണും. നിന്റെ കണ്ണ് നിന്റെ രാജാവിനെ കാണും. നിന്റെ വിഷയത്തിൽ മഹത്വം ഇറങ്ങുന്നത് കാണും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, ഓ, മഹത്വം ഇറങ്ങുന്നത് ഞാൻ കാണും, മഹത്വം ഇറങ്ങുന്നത് ഞാൻ കാണും. പറഞ്ഞേ, ഞാൻ മഹത്വം ഇറങ്ങുന്നത് കാണും, കാണും, കാണും. വിശ്വാസത്തോടെ കുഞ്ഞെ, ഇന്ന് പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ അതിനകത്ത് മഹത്വം ഇറങ്ങുന്നത് കാണും. കാരണം ഞാൻ വിഷയത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ആലയത്തിനകത്താണ്. ഞാൻ വിഷയത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. അവന്റെ മുഖത്തിന് അവൻ ഒന്നും കാണണ്ട. മുഖം ചുവരിനോട് ചേർത്ത് വെച്ച കരഞ്ഞത് ഇന്ന് പകലിൽ ആരും കാണാതെ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന, കണ്ണുനീരുകളെ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരുകളെ ഒഴുക്കുന്ന ദൈവകുഞ്ഞെ, അവൻ തന്റെ തുരുത്തിയിൽ അതിനെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിന് മറുപടിയുമായി മഹത്വത്തോടെ എന്റെ സ്വർഗം എഴുന്നേൽക്കൂ. റുഖവരവ ശന്ധുരിയാന റിഗദന ഹസ്കൽ പ്രഭാതന. അവൻ തന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. He is the exact image of his father. He is the exact impression of his father. തന്റെ പിതാവ് എങ്ങനെയാണോ അപ്രകാരം ആ പുത്രൻ ഇരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. ആ പുത്രൻ പറയുകയാണ്, അവൻ ഭൂതലത്തിൽ പ്രവേശിച്ചപ്പോ സ്വർഗീയ ദൂതന്മാർ മുഴുവനും ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകലിലും ദൈവത്തിന് ദൂതനെ ഇറക്കാൻ കഴിയും. ദൈവത്തിന് ദൂതനെ ഇറക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പ്രിയനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്? എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ പരമ സുന്ദരനാണ്. എൻ്റെ പ്രിയൻ ഭയങ്കര ബ്യൂട്ടിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ പ്രിയനെ കാണുന്നുണ്ടോ? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ പ്രിയനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ പ്രിയൻ എത്ര സുന്ദരനാണ്, ആ പ്രിയന്റെ സൗന്ദര്യത്തെ ഞാൻ ദർശിച്ചിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? എൻ്റെ പ്രിയന്റെ സവിശേഷത എന്താണെന്നറിയാമോ? അവൻ്റെ സ്നേഹം പെർഫെക്റ്റ് ലവ് ആണ്. പെർഫെക്റ്റ് ലവ് ആണ്. ബാക്കി ലവ് എല്ലാം പെർഫെക്റ്റ് ലവ് ഒന്നുമല്ല. എല്ലാ ലവിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷേ അവന്റെ ലവ് എറ്റേണൽ ആണ്. അത് പെർഫെക്റ്റ് ലവ് ആണ്. അത് കഴിഞ്ഞ് അവന്റെ ഹല്ലേലൂയ, അവൻ പെർഫെക്റ്റ് ലൈറ്റ് ആണ്. അവന്റെ വെളിച്ചം പെർഫെക്റ്റ് ആണ്. ഇരുട്ടൊട്ടുമില്ല. അവന്റെ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ സകല ഇരുളും പോകും. സകല ഇരുളും പോകും. സകല ഇരുളും. എന്തെല്ലാം ഇരുട്ട് ബാധിച്ച വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവൻ പെർഫെക്റ്റ് ലൈറ്റ് ആണ്.
അവൻ പെർഫെക്റ്റ് ലവ് ആണ്. ഹല്ലേലൂയ. ഇനി അറിയോ, അവൻ പെർഫെക്റ്റ് ഗുഡ്നെസ് ആണ്. ഓ ഹല്ലേലൂയ. തികഞ്ഞ നന്മ, തികഞ്ഞ സ്നേഹം, തികഞ്ഞ വെളിച്ചം, സകലതും എൻ്റെ യേശുവിലാണുള്ളത്. സകലതും യേശുവിലാണ് ഉള്ളത്. സകലതും യേശുവിലാണ് ഉള്ളത്. വേറെ ആരിലുമില്ല, വേറെ ഒന്നിലുമില്ല, വേറെ ആർക്കുമില്ല. ഓ എൻ്റെ രാജാവിനെ ഞാൻ സൗന്ദര്യത്തോടെ കാണും. ഓ യോബ് പറഞ്ഞ എന്നാന്നറിയാമോ? ദേഹസഹിതനാണെങ്കിലും ഞാൻ അവനെ കാണും. ഞാൻ ഇല്ലെങ്കിലും ഞാൻ അവനെ കാണും. എൻ്റെ കണ്ണെൻ്റെ രാജാവിനെ കാണും. ഓ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഞാൻ എൻ്റെ രാജാവിനെ കാണൂ, എൻ്റെ രാജാവിനെ ഞാൻ ദർശിക്കൂ. ഇന്ന് പകലിൽ രാജാവിനെ കാണുമെന്ന വലിയ പ്രത്യാശ. ദൈവം ഞങ്ങളെ ആരാന്നറിയോ? പിതാവായ ദൈവം എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്ന പുത്രൻ, ആ പുത്രനാ, നമ്മളാ പുത്രനാ എങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്? നമ്മൾ പാടും, നമ്മൾ ഒത്തിരി പാട്ടുകൾ, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? പ്രവചനം നമുക്ക് കിടക്കുക, പ്രോഫസി നമുക്ക് കിടക്കുക. നിന്റെ കണ്ണ് നമ്മൾ വിചാരിക്കുന്ന ഈ കണ്ണാണെന്നാ. സെല്ലിൽ കൊണ്ട് വെക്കുമ്പോ പുഴു അരിച്ചു കൊണ്ടുപോകുന്ന സാധനം ഈ കണ്ണല്ല. അകത്തെ കണ്ണുകൊണ്ട് കാണണം. എത്ര കാഴ്ചയുണ്ട് നിങ്ങൾക്ക് എത്ര കാഴ്ചയുണ്ട്? നിങ്ങൾ വെളിയിലോട്ടിറങ്ങി നിങ്ങൾക്ക് എത്രയും കാണാൻ പറ്റും. എനിക്കാണെ മേളിലോട്ട് നോക്കിയാൽ മേളത്തെ നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. എത്ര ദൂരം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അളന്നിട്ടില്ല. ഭയങ്കര ദൂരമല്ലേ? അത്രയും നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? പക്ഷെ നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ പ്രിയൻ എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ പ്രിയൻ? നിങ്ങൾക്ക് എങ്ങനെയാണ് അവൻ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ പറഞ്ഞേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ പ്രിയനെ കാണും. ഓ ഞാൻ കാണും. നമുക്കിവിടെ പ്രവചനം കിടക്കുക. നിന്റെ കണ്ണുകൊണ്ട് അവനെ കാണൂ, നിന്റെ കണ്ണുകൊണ്ട് അവനെ കാണും. നിങ്ങൾക്കറിയോ ദൈവം നിങ്ങളെ, നമുക്ക് ഈ രാജാവിനെ കാണുന്ന അനുഭവം എങ്ങനെയാണ്? കർത്താവിൽ നിന്നും പാപമോചനം അനുഭവിക്കുമ്പോൾ നമ്മൾ ആ സൗന്ദര്യത്തെ കാണുകയാണ് അല്ലേ? നമ്മൾ ആ പാപമോചനം അനുഭവിച്ചപ്പം, നിങ്ങൾ ആ പാപമോചനം അനുഭവിച്ചപ്പോൾ ആ സൗന്ദര്യത്തെ കണ്ടോ? ഓ പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ സുന്ദരനായ കർത്താവ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് വന്നു എന്ന ബോധ്യം നമ്മളിൽ വന്നപ്പോൾ, ഞാനതാ വായിച്ചത്, എന്നെ അത്ഭുതപ്പെടുത്തി. എബ്രായ ലേഖനം. യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിലെ സകല ദൂതന്മാരും നേരെ ബേഥലഹേം, എന്തോ ട്രാഫിക് ആയിരുന്നായിരിക്കും അല്ലേ? എന്നെ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നായിരിക്കും. ഇത്രയും ദൂതന്മാര് സകല ഡ്യൂട്ടിയും ക്യാൻസൽ ചെയ്തിട്ട് നേരെ ബേഥലഹേമിൽ പോയി. സകല ദൂതന്മാരും അവിടെ പോയി നിൽക്കുക. യേശു ജനിച്ചു. ഓ പ്രൈസ് ഗോഡ്. ആരെയാ നമ്മൾ കാണാൻ പോന്നേ? ഹല്ലേലൂയ. ഈ രാജാവ് ഭൂമിയിലേക്ക് മനുഷ്യനായി പിറക്കുമ്പോൾ ദൂതന്മാർ വന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇനി എൻ്റെ കർത്താവ് അവൻ സ്വഭാവപ്രകാരവും സൗന്ദര്യമുള്ളവനാണ്. ശരീരം മുഴുവനും ഒഴിവുചാല് പോലെ കീറപ്പെട്ട്, വസ്ത്രം ഉരിഞ്ഞ്, വസ്ത്രമില്ല, ശിരസിൽ മുൾമുടി, മുള്ളുകൊണ്ട് അവരാഞ്ഞടിച്ചു. കണ്ടാൽ ഒരു മനുഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു. യേശയ്യാവ് പ്രവചിക്കുകയാണ്, നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ സൗന്ദര്യത്തോടെ കാണും. ഇപ്പം കാണുന്നത് തകർക്കപ്പെട്ട കാഴ്ചയില്ല. നിങ്ങൾ ക്രൂശിന് ചോട്ട് നിൽക്കുന്ന യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, ഞാൻ കണ്ട കാല് ആണിയടിച്ച കാലാ, ഞാൻ കണ്ട കൈകളിൽ തകർക്കപ്പെട്ട കൈകളാ, ഞാൻ കണ്ട മുഖം വിരൂപമാക്കപ്പെട്ട മുഖമാ, ഞാൻ കണ്ട ശരീരം ഉടയപ്പെട്ട ശരീരമാ. പക്ഷേ ഹല്ലേലൂയ, ഒരു പ്രോഫസി കിടപ്പുണ്ട്. ഓ ഒരു പ്രോഫസി കിടപ്പുണ്ട്. എന്നാ പ്രോഫസി? യോഹന്നാനെ, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ രാജാവിനെ നീ സൗന്ദര്യത്തോടെ കാണും. യോഹന്നാൻ ഒരു പ്രോഫസി, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ രാജാവിനെ കാണൂ. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആ രാജാവിനെ ഒന്ന് കണ്ടു.
ഓ, നിങ്ങൾ എന്നോടുണ്ടോ? പ്രൈസ് ഗോഡ്. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആ രാജാവിനെ ഒന്ന് കണ്ടു. യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ ഞെട്ടിപ്പോയി. യോഹന്നാനോട് പറയാണ്, യോഹന്നാനെ, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദിയും അന്തവുമാണ്. ആദിയിൽ ഉള്ളവനാണ് ഞാൻ, അവസാനവും ഞാൻ തന്നെയാണ്. സകലവും എന്റെ കയ്യിലാണ്. ഓ, ദാവീദിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഓ, മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. കൈകൾ ശൂന്യമാക്കപ്പെട്ടവനായി നീ എന്നെ കണ്ടെങ്കിൽ, യോഹന്നാനെ, നീ ഇപ്പോൾ എന്നെ കാണുക. ഞാൻ വെറുതെ വന്ന് നിൽക്കുകയല്ല. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അധികാരം നമുക്ക് തന്നിരിക്കുക. പ്രോമിസും പ്രോഫസിയും ഉണ്ട്. രാജാവിനെ സൗന്ദര്യത്തോടെ കാണും. ഇന്ന് പകലിൽ എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറഞ്ഞു. വളരെ സ്പെസിഫിക് ആയിട്ട് ആത്മാവ് ചെല്ലോട്ട് ഇടപെട്ടു. നിന്റെ വിഷയം മനുഷ്യന്റെ കയ്യിൽ കൊടുക്കരുത്, ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം. ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ അതിനകത്ത് മഹത്വം ഇറങ്ങും. മനുഷ്യന്റെ കയ്യിൽ കൊടുത്താൽ അത് അപമാനിക്കപ്പെടും. അടുത്തേക്ക് നാളിലെ കയ്യെ കൊണ്ടിട്ട് പറഞ്ഞ് ദൈവത്തിന്റെ കൈ കൊടുക്കണം. മഹത്വം വ്യാപരിക്കും. ഇന്ന് പകലിൽ മഹത്വം. ആ മഹത്വം ആഗ്രഹിക്കുന്നവർ, ഓ ജീസസ്, ഒരു മഹത്വം ഇറങ്ങാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യോഹന്നാനോട് പറഞ്ഞ ദർശനമാണ്. യോഹന്നാനെ, നിന്റെ കണ്ണുകൊണ്ട് നിന്റെ രാജാവിനെ നീ കാണും. യെശയ്യാവ് യോഹന്നാനോട് പ്രവചിക്കുക. ഓ, യോഹന്നാൻ ആ ദൂത് ഏറ്റെടുക്കുക. യോഹന്നാൻ പത്മോസിലെ രാജാവിനെ കണ്ടു. സൗന്ദര്യത്തോടെ കണ്ടു, മഹത്വത്തോടെ കണ്ടു. ഇന്ന് പകലിലും ദൈവകുഞ്ഞേ, ഓ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ എന്റെ രാജാവിനെ സൗന്ദര്യത്തോടുകൂടെ കാണും. ഞാൻ കാണും. പ്രത്യാശയുള്ള ദൈവത്തെ ശ്രുതിക്കട്ടെ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനാ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനാ അങ്ങു മാത്രം. എല്ലാറ്റിലും മേലാ യേശു നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. എല്ലാ നാമവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. എല്ലാറ്റിലും മേലാ, എല്ലാറ്റിലും മേലാ ഒരേയൊരു നാമം. സർവമുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാമവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല. ആ കരങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് പാടിയാട്ടെ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ
ആശ്ചര്യമായ